Good morning to all. ഇന്നത്തെ ക്ലാസ്സിൽ പ്രോബബിലിറ്റിയുടെ രണ്ട് പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ ബോൾട്ട് ഫാക്ടറി മെഷീൻ എ ബി ആൻഡ് സി മാനുഫാക്ചർ റെസ്പെക്റ്റീവ്ലി 25%, 35% ആൻഡ് 40% ഓഫ് ദ ടോട്ടൽ ഓഫ് ദർ ഔട്ട്പുട്ട്. 5%, 4% and 2% are defective bolt. A bolt is drawn at random from the product and it is to be defective. What is the probability that it was manufactured by machine A? Question ഇതാണ്. എ ബോൾട്ട് ഫാക്ടറിയെ 3 മെഷീനാണ് ഉപയോഗിക്കുന്നത്. എ ബി സി എന്ന് പറയുന്ന 3 മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ബോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എ എന്ന് പറയുന്ന മെഷീന് അവരുടെ ഔട്ട്പുട്ടിൻ്റെ 25% പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബി ഔട്ട്പുട്ടിൻ്റെ 35% ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സി ഔട്ട്പുട്ടിൻ്റെ 40% പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ബോൾട്ട് മാനുഫാക്ചറിങ് കമ്പനിയിൽ എ എന്ന് പറയുന്ന മെഷീനിൽ 25%, ബി എന്ന് പറയുന്ന മെഷീനിൽ 35%, സി എന്ന് പറയുന്ന മെഷീനിൽ 40%, 40% പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അതിൽ എ എന്ന് പറയുന്ന മെഷീനിൽ 5% ഡിഫക്റ്റീവ് ബോൾട്ടാണ്. ദെൻ ബി എന്ന് പറയുന്ന മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 4% ഡിഫക്റ്റീവ് ബോൾട്ടാണ്. സി എന്ന് പറയുന്ന മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 2% ഡിഫക്റ്റീവ് ബോൾട്ടാണ്. പക്ഷേ 25%, 35%, 40% പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും അതിൽ ഡിഫക്റ്റീവായിട്ട് വരുന്ന എയിൽ 5% ഡിഫക്റ്റീവ് വരുന്നുണ്ട്, ബിയിൽ 4% വരുന്നുണ്ട്, സിയിൽ 4% വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡിഫക്റ്റീവ് ബോൾട്ട്. ഇവിടെ പറയുന്നത് എ ബോൾട്ട് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. ഒരു ബോൾട്ട്, ഇതിൽ നിന്ന് ഒരു ബോൾട്ട് എടുത്തു ഫ്രം ദ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ടു ബി ഡിഫക്റ്റീവ്. ഒരു ബോൾട്ട് റാൻഡം ബേസിൽ എന്ന് വെച്ചാൽ ഈ 3 മെഷീനിൽ നിന്നും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതിൽ നിന്ന് ഒരു ബോൾട്ട് എടുത്തു, നമ്മൾ ബോൾട്ട് സെലക്ട് ചെയ്തു. ഇവിടെ പറയുന്നത് ആ ബോൾട്ട് ഡിഫക്റ്റീവ് ബോൾട്ടാണ്, എടുത്ത ബോൾട്ട് ഡിഫക്റ്റീവ് ബോൾട്ടാണ്. ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ എ. നമുക്ക് കിട്ടിയ ബോൾട്ട് ഡിഫക്റ്റീവ് ബോൾട്ടാണ്. ആ ബോൾട്ട് മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. അതിനോട് ചോദിക്കും വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ എ. നമ്മൾ മെഷീൻ മാനുഫാക്ചറിങ് കമ്പനി കുറേ ബോൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ബോൾട്ട് നമ്മൾ സെലക്ട് ചെയ്ത ബോൾട്ട് ഡിഫക്റ്റീവ് ബോൾട്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഡിഫക്റ്റീവ് ബോൾട്ട് മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ആൻസർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫക്റ്റീവ് ബോൾട്ട്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫക്റ്റീവ്, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത്. ദെൻ പ്രോബബിലിറ്റി ഓഫ് B1 എന്ന് പറയുന്നത് അല്ലേ, പ്രോബബിലിറ്റി ഓഫ് B1 എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് മെഷീൻ എ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് B1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് മെഷീൻ എ വരാനുള്ള സാധ്യത എത്രയാണ്? മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? 25% ആണ് അല്ലേ. അപ്പം 25% നമ്മളത് പെർസെൻറ്റേജ് മാറ്റി എഴുതുമ്പോൾ എത്ര വരും? 0.25 വരും. എങ്ങനെയാണ് 25% മാറ്റുന്നത്? 25 ഡിവൈഡ് ബൈ 100. പെർസെൻറ്റേജ് നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണ്? 25 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 0.25 വരും. ദെൻ പ്രോബബിലിറ്റി ഓഫ് B2 കിട്ടാനുള്ള സാധ്യത. B2 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് മെഷീൻ ബി സെലക്ട് ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പോൾ 35% ആണ് ഇവിടെ പറയുന്നുണ്ട്. മെഷീൻ ബിയുടെ 35%. അപ്പോൾ 35% നമ്മൾ പെർസെൻറ്റേജ് മാറ്റി എഴുതുക. 35 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് 0.35 വരും. അടുത്ത പ്രോബബിലിറ്റി ഓഫ് B3 എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് മെഷീൻ സി സെലക്ട് ചെയ്യാനുള്ള സാധ്യത. ഇവിടെ എത്രയാ? ഇവിടെ പറയുന്നുണ്ട് 40% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 40%, ദാറ്റ് ഈസ് 0.40. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ഡിഫക്റ്റീവ് ഇൻ മെഷീൻ എ അല്ലേ. എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ഡിഫക്റ്റീവ്, B1 എന്ന് പറയുന്നത് മെഷീൻ എയുടെയാണ്. അപ്പോൾ എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ഡിഫക്റ്റീവ് ബോൾട്ട് ഇൻ മെഷീൻ എ ഡിഫക്റ്റീവ് ബോൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ പറയുന്നുണ്ട്. മെഷീൻ എയുടെ 5% എന്ന് പറയുന്നുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും വായിച്ച് നോക്കണം. 5%, 4% ആൻഡ് 2% ആർ ഡിഫക്റ്റീവ് ബോൾട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം മെഷീൻ എയുടെ 5% ആണ്. അപ്പം ഡിഫക്റ്റീവ് ബോൾട്ട് അല്ലെ, മെഷീൻ എക്ക് ഡിഫക്റ്റീവ് ബോൾട്ട് വരാനുള്ള സാധ്യത എത്രയാണ്? 5% ആണ്. ദാറ്റ് ഈസ്
എഴുതുക 5%. പെർസെൻറ്റേജ് മാറ്റി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഡിവൈഡ് ബൈ 100. 5 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് 0.05 ആണ്. അടുത്തത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ഡിഫക്റ്റീവ് ഇൻ മെഷീൻ ബി അല്ലേ. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ഡിഫക്റ്റീവ് ആണ് എ എന്ന് പറയുന്നത്. B2 എന്ന് പറയുന്നത് മെഷീൻ ബി ആണ്. അപ്പോൾ എന്തായിരിക്കും? മെഷീൻ ബിയിൽ ഡിഫക്റ്റീവ് ബോൾട്ട് കിട്ടാനുള്ള സാധ്യത എത്രയാ? 4%. ക്വസ്റ്റ്യൻ നോക്കുക, 4% അല്ലേ. 4% ദാറ്റ് ഈസ് എത്ര വരും? 4%. 4 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് 0.04 വരും. ദെൻ പ്രോബിലിറ്റി, അടുത്ത പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B3. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B3 എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ഡിഫക്റ്റീവ് ബോൾട്ട് അല്ലേ. B3 എന്ന് പറഞ്ഞാൽ മെഷീൻ സിയിലുള്ളത്. അപ്പം മെഷീൻ സിയിൽ ഡിഫക്റ്റീവ് ബോൾട്ട് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? സിയിൽ 2% ആണ് അല്ലേ. മെഷീൻ സിയിൽ ഡിഫക്റ്റീവ് ബോൾട്ട് കിട്ടാനുള്ള സാധ്യത 2% ആണ്. അപ്പോൾ ഇവിടെ എഴുതുക പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ഡിഫക്റ്റീവ് ബോൾട്ട് ഇൻ മെഷീൻ സി ഈസ് ഈക്വൽ ടു 2%. 2% മാറ്റുമ്പം 0.02. ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് മാനുഫാക്ചേർഡ് ബൈ മെഷീൻ എ. മെഷീൻ എയുടെ കേസാണ് പറയുന്നത് അല്ലേ. അപ്പോൾ മെഷീൻ എയുടെ കേസ് വരുമ്പോൾ എന്തായാലും വരും, എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് B1A വരും. പ്രോബിലിറ്റി ഓഫ് B1A. കാരണം B1 എന്ന് പറയുന്നത് മെഷീൻ എ ആണല്ലേ. മെഷീൻ ബി ആയിരുന്നെങ്കിൽ B2 വന്നേനെ. മെഷീൻ 3 ആയിരുന്നെങ്കിൽ B3 വന്നേനെ. അപ്പം മെഷീൻ എ ആയതുകൊണ്ട് B1 എന്ന് പറഞ്ഞ് എഴുതുക. പ്രോബിലിറ്റി ഓഫ് B1 ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B3. നമ്മൾ തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആൻസേഴ്സ് ഇങ്ങോട്ട് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. പ്രോബിലിറ്റി ഓഫ് B1 എന്ന് പറയുന്നത് എത്രയാണ്? പ്രോബിലിറ്റി ഓഫ് B1 എന്ന് പറയുന്നത് 0.25 ആണ്. ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 എന്ന് പറയുന്നത് 0.05 ആണ്. 0.5 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B1 0.25 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 എന്ന് പറയുന്നത് 0.05 ആണ്. പ്ലസ് പ്രോബിലിറ്റി ഓഫ് B2. പ്രോബിലിറ്റി ഓഫ് B2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 0.35 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 എന്ന് പറഞ്ഞാൽ 0.04 പ്ലസ് ദെൻ പ്രോബിലിറ്റി ഓഫ് B3. ക്വസ്റ്റ്യൻ നോക്കുക. പ്രോബിലിറ്റി ഓഫ് B3 എന്ന് പറഞ്ഞാൽ 0.40 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B3 0.02. ഇത് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പോൾ നമ്മളിതെല്ലാം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 0.25ഉം 0.05 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.0125 കിട്ടി. ദെൻ നമ്മൾ 0.25ഉം 0.05 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ദെൻ 0.35ഉം 0.04 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്നത് 0.014 കിട്ടി. പ്ലസ് 0.40ഉം 0.02 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.008 കിട്ടി. ഇതെല്ലാം കൂടെ നമ്മളിത് ആൻസർ ചെയ്യുന്നത് വെച്ചാൽ 0.0125 ഡിവൈഡഡ് ബൈ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.034 കിട്ടുന്നു. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ 0.36 കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. There are 3 bags. The details are given below. First bag, 4 black balls and 4 red balls. Second bag, 3 black balls and 5 red balls. Third bag, 5 black balls and 3 red balls. One bag is chosen and one ball is drawn. It is if the selected ball is a red, find the probability that it is from third bag. ഇവിടെ പറയുന്നത് 3 ബാഗിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആദ്യത്തെ ബാഗിൽ 4 ബ്ലാക്ക് ബോളും 4 റെഡ് ബോളുമാണുള്ളത്. രണ്ടാമത്തെ ബാഗിൽ 3 ബ്ലാക്ക് ബോളും 5 റെഡ് ബോളുമാണുള്ളത്. മൂന്നാമത്തെ ബാഗിൽ 5 ബ്ലാക്ക് ബോളും 3 റെഡ് ബോളുമാണുള്ളത്. നമ്മൾ ഒരു ബാഗ് ചൂസ് ചെയ്തിട്ട് ഏതോ ഒരു ബാഗിൽ നിന്ന് നമ്മളൊരു ബോൾ എടുത്തു. ഇവിടെ പറയുന്ന ആ എടുത്ത ബോള് റെഡ് ബോളാണ്. അങ്ങനെയെങ്കിൽ
വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം തേർഡ് ബാഗ്. മൂന്നാമത്തെ ബാഗിൽ നിന്ന് ഈ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. 3 ബാഗുണ്ട്, 3 ബാഗിലും ബ്ലാക്ക് ബോളും റെഡ് ബോളും ഉണ്ട്. നമ്മൾ ഏതോ ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്തു. ആ എടുത്ത ബോൾ റെഡാന്ന് പറയുന്നുണ്ട്, എടുത്ത ബോൾ റെഡാണ്. അങ്ങനെയെങ്കിൽ ആ റെഡ് ബോൾ തേർഡ് ബാഗിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യമേ ഇത് കണ്ടുപിടിക്കുക, ഓരോന്ന് എഴുതുക. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താ? പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ റെഡ് ബോൾ. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ റെഡ് ബോളാണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് B1 എന്ന് പറഞ്ഞാൽ എന്താ? B1 എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ഫസ്റ്റ് ബാഗ് അല്ലേ? പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ഫസ്റ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ബാഗാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത 1/3 അല്ലേ? 1/3. ദെൻ പ്രോബിലിറ്റി ഓഫ് B2 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത. സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത 1/3 അല്ലേ? 3 ബാഗുണ്ട്, അതിലൊരു ബാഗ് സെലക്ട് ചെയ്യുന്നു, 1/3. ദെൻ B3 എന്ന് പറഞ്ഞാൽ എന്താ? അതും പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് തേർഡ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത 1/3 ആണ്. ഇനി അടുത്തത് പ്രോബിലിറ്റി ഓഫ് A given B1. A given B1 എന്ന് പറഞ്ഞാൽ B1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാഗാണ്, A എന്ന് പറയുന്ന റെഡ് ബോളാണ്. ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. ഫസ്റ്റ് ബാഗിൽ നോക്കുക, ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ 4 റെഡ് ബോൾ ഉണ്ട്. 4 ഡിവൈഡ് ബൈ 2 കൂടെ കൂട്ടുന്ന 8, 4 ഡിവൈഡ് ബൈ 8. ദെൻ പ്രോബിലിറ്റി ഓഫ് A given B2. A given B2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. രണ്ടാമത്തെ ബാഗ് നോക്കിയാൽ രണ്ടാമത്തെ ബാഗിൽ 5 റെഡ് ബോളാണുള്ളത്. 5 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര? 8, 5 ഡിവൈഡ് ബൈ 8. അതിനടുത്ത പ്രോബിലിറ്റി ഓഫ് A given B3. മൂന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. മൂന്നാമത്തെ ബാഗിൽ റെഡ് ബോൾ 3 റെഡ് ബോളാണുള്ളത്. ടോട്ടൽ എത്രയാണ്? 5 + 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 3 ഡിവൈഡ് ബൈ 8. നമുക്ക് ഇങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ നോക്കുക. പ്രോബിലിറ്റി ഓഫ് B3 given A ആണ്. ഇവിടെ B3 വരാനുള്ള സാധ്യത എന്താ? ഇവിടെ പറയുന്നുണ്ട് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം തേർഡ് ബാഗ്. തേർഡ് ബാഗ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ബാഗാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ബാഗ് ആയതുകൊണ്ട് B3 എഴുതുക. B3 given A ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് B3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A given B3 ഡിവൈഡഡ് ബൈ probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2 plus probability of B3 into probability of A given B3. ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്തേ. പ്രോബിലിറ്റി ഓഫ് പ്രോബിലിറ്റി ഓഫ് B3 എന്ന് പറയുന്ന പ്രോബിലിറ്റി ഓഫ് B3 ഇവിടെ നോക്കാം 1/3 ഇൻറ്റു അടുത്ത പ്രോബിലിറ്റി ഓഫ് A given B3 പ്രോബിലിറ്റി ഓഫ് A given B3 3/8 ഡിവൈഡഡ് ബൈ probability of B1 1/3 into probability of A given B1 4/8 അല്ലേ പ്ലസ് ദെൻ അടുത്തെന്താ പ്രോബിലിറ്റി ഓഫ് B2 എന്ന് പറയുന്നത് എത്രയാണ്? പ്രോബിലിറ്റി ഓഫ് B2 1/3 ഇൻറ്റു അടുത്ത പ്രോബിലിറ്റി ഓഫ് A given B2 പ്രോബിലിറ്റി ഓഫ് A given B2 എന്ന് പറഞ്ഞാൽ 5/8 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B3 എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A given B3 എന്ന് പറഞ്ഞാൽ 3/8. നമ്മൾ ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യുക, നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ എന്താ 1/3 ഇൻറ്റു 3/8 എന്ന് പറഞ്ഞാൽ 3/24 ഡിവൈഡ് ബൈ 1/3 ഇൻറ്റു 4/8 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു. 1 ഇൻറ്റു 4 3 ഇൻറ്റു 8 എത്രയാ? 24 പ്ലസ് 1/3 ഇൻറ്റു 5/8 അപ്പോൾ എത്രയാ? 5/24 അല്ലേ? 1 ഇൻറ്റു 5 3 ഇൻറ്റു 8 24 പ്ലസ് 1/3 ഇൻറ്റു 3/4 3 ഡിവൈഡ് ബൈ 24. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ആഡ് ചെയ്തുമ്പം 3 ഡിവൈഡ് ബൈ 24 അതുപോലെ തന്നെ എഴുതുക. ഡിവൈഡ് ബൈ ഇതിൻ്റെ എല്ലാത്തിൻ്റെ എന്താ ഡിനോമിനേറ്റർ ഒരുപോലെയാണ്. ഡിനോമിനേറ്റർ ഒരുപോലെ ആണെങ്കിൽ ന്യൂമിനേറ്റർ കൂട്ടി എഴുതിയാൽ മതി അല്ലേ? ഡിനോമിനേറ്റർ ഒരുപോലെയാണോ നോക്കുക? ഒരുപോലെയാണ്. അപ്പോൾ എന്താ ഈ ന്യൂമിനേറ്റർ കൂട്ടി എഴുതി 4 + 5 + 3 ദാറ്റ് ഈസ് 12 ഡിവൈഡ് ബൈ 24 ഡിവൈഡ് ബൈ 24 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണ്? ഇതുപോലെ 3 ഡിവൈഡ് ബൈ 24 അതുപോലെ 3 ഡിവൈഡ് ബൈ 24 ഇൻറ്റു അത് തിരിച്ചെഴുതുക 24 ഡിവൈഡ് ബൈ 12 ദാറ്റ് ഈസ് നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/4 കിട്ടും. ദെൻ ആൻസർ 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ.